കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ അയോധ്യാകാന്ഡം സർഗം 9 34 ശ്ലോകം നമ്മൾ പറഞ്ഞിട്ടാണ് നിർത്തിയത്. അപ്പോൾ അതിൽ ശ്രീരാമൻ പറയണം ഭരതനോട്, നമ്മുടെ അച്ഛൻ സ്ത്രീജിതനോ കാമപരവശനായിട്ടുള്ള ഒരു കാമിയോ മൂഢബുദ്ധിയോ ഒന്നാണെന്ന് പറയാൻ പറ്റില്ല. നീ അതൊക്കെ പറഞ്ഞില്ലേ, അതൊന്നുമല്ല. പണ്ട് കൈകേയി അമ്മോട് ശപഥം ചെയ്തിരുന്നു. അതിന് ആ സത്യത്തിന് ഒരു ഭംഗം വന്നാൽ, അല്ലെങ്കിൽ ആ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ള ഭയം കൊണ്ടാണ് സത്യവാദിയായിട്ടുള്ള നമ്മുടെ അച്ഛൻ ആ പറഞ്ഞതിനെ സമ്മതിച്ചത്. അതായത് എന്നെ കാട്ടിലേക്ക് അയക്കാനും നിന്നെ രാജാവാക്കാനും. അല്ലാതെ സ്ത്രീജിതനോ കാമിയോ മൂഢബുദ്ധിയോ ഒന്നും ആയിട്ടല്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു കടമയായിരുന്നു. അങ്ങനെ ഒരു സത്യത്തിൽ അങ്ങേയറ്റം വിശ്വസിക്കുന്ന ഒരാൾക്ക് ആ സത്യത്തിന് വിരോധമായിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹം ചെയ്തത് എന്ന് പറഞ്ഞു അല്ലേ. ഇനി 35-36. അസത്യാദ്ഭീതിരധിക മഹതാം നരകാദപി കരോമീത്യഹമപ്യേതദ് സത്യം തസ്യൈ പ്രതിശ്രുതം കഥം വാക്യമഹം കുര്യാമസത്യം രാഘവോപി സൻ ഇത്യുദീരിതമാകർണ്യ രാമസ്യ ഭരതോബ്രവീദ്. അതെന്താണ് പറയണറിയോ? മഹതാം, അതായത് മഹാത്മാക്കൾക്ക് നരകാദപി, നരകത്തിനേക്കാളും അസത്യാദ്ഭീതി അധികം. മഹാത്മാക്കൾക്കൊക്കെ നരകത്തിനേക്കാൾ ഭയമാണ് എന്ത്? അസത്യം പറയാൻ. മഹാത്മാക്കൾ അങ്ങനെയാണ്. അഹം അഭി, ഞാനും കരോമി ഇതി തസ്യേ പ്രതിശ്രുതം, അതുകൊണ്ട് ഞാനും അത് അവളോട് ചെയ്ത പ്രതിജ്ഞയ്ക്ക് വിഘ്നം വരുത്തില്ല എന്ന. അഹം രാഘവ അപീസൻ, ഞാനും രാഘവനായിട്ടും കൂടെ വാക്യം അസത്യം കഥം കുര്യാൻ, അങ്ങനത്തെ വാക്യത്തെ അസത്യമായിട്ട് എങ്ങനെ ചെയ്യും? അപ്പം എനിക്ക് അച്ഛൻ്റെ വാക്കും അസത്യമാക്കാൻ പറ്റില്ല. ഇത് രാമസ്യ ഉദീരിതം ആകർണ്യ, ഇപ്രകാരം രാമൻ്റെ വാക്കുകളെ കേട്ടിട്ട് ഭരത അബ്രവീത്, ഭരതൻ പറഞ്ഞു. എന്താ അറിയോ, മഹാന്മാർക്ക് എന്താ രാമൻ പറഞ്ഞത്? പിന്നെ ഇതും കൂടിയും പറഞ്ഞു രാമൻ ഭരതനോട്. മഹാന്മാർക്ക് നരകത്തിനേക്കാളും ഭയമാണ് അസത്യത്തിന്. അതുകൊണ്ടാണ് അച്ഛൻ സത്യം പരിപാലിക്കാൻ തീർച്ചയാക്കിയത്. ഞാനും കൈകേയി മാതാവിനോട് അച്ഛൻ്റെ കൽപ്പനപ്രകാരം എന്താണ് അച്ഛൻ പറയണതെന്ന് വെച്ച് പ്രവർത്തിക്കാമെന്ന് ഞാനും പറഞ്ഞു. പറയാൻ മടിച്ച് നിൽക്കുകയാണ് അച്ഛൻ എന്ന് പറഞ്ഞില്ലേ കൈകേയി. അപ്പോൾ കൈകേയിയമ്മോട് ഞാൻ പറഞ്ഞു, അച്ഛൻ എന്താ പറഞ്ഞത് അച്ഛൻ ഞാൻ അനുസരിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പം എനിക്കും എൻ്റെ പ്രതിജ്ഞ, അച്ഛൻ്റെ പ്രതിജ്ഞ നിറവേറ്റി. ഇപ്പം എനിക്ക് എൻ്റെ പ്രതിജ്ഞ നിറവേറ്റേണ്ടതായിട്ടുണ്ട്. അതെൻ്റെ കർത്തവ്യമാണ്. രഘുകുലത്തിൽ ജനിച്ച ഞാൻ എങ്ങനെയാണ് പറഞ്ഞ വാക്കിന് എതിരായിട്ട് പ്രവർത്തിക്കുക? എങ്ങനെയാണ് രഘുകുലത്തിൽ ജനിച്ച ഞാൻ സത്യത്തിൽ നിന്നും വ്യതിചലിക്കുക ഭരത എന്ന് പറഞ്ഞപ്പോൾ ഭരതൻ്റെ മറുപടിയാണ് ഇനി 37. അപ്പം ഞാൻ 35-36 വായിക്കാം. അസത്യാത് ഭീതിം അധിക മഹതാം നരകാദപി, നരകത്തിനേക്കാളും പേടിയാണ് അസത്യത്തിന്. കരോമീത്യഹമപ്യേതത് സത്യം തസ്യൈ പ്രതിശ്രുതം, അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് ചെയ്ത പ്രതിജ്ഞയും എനിക്ക് നിലവായിരുന്നേ. കഥം വാക്യമഹം കുര്യാമസത്യം രാഘവോപി സൻ ഇത്യുദീരിതമാകർണ്യ രാമസ്യ ഭരതോബ്രവീദ്. എന്താ ഭരതൻ പറഞ്ഞ? തഥൈവ ചീരവസനോ വനേ വത്സ്യാമി സുവ്രത ചതുർദശ സമാസ്ത്വം ദുരാജ്യം കുരു യഥാസുഖം. തഥാ ഏവ, അതേപോലെ തന്നെ സുവ്രത, ഹേ സത്യസന്ധനായിട്ടുള്ള ശ്രീരാമദേവ, ചീരവസന, ഞാൻ ഈ വൽക്കലവസ്ത്രത്തോടു കൂടിയ ഞാൻ വനേ ചതുർദശ സമാഹ വത്സ്യാമി, എന്നാൽ ഞാനും രാമൻ്റെ കൂടെ 14 കൊല്ലം കാട്ടിൽ വസിക്കാൻ പോവുകയാണ്. ത്വം തു യഥാസുഖം രാജ്യം കുരു, അങ്ങന്ന് രാജ്യം ഭരിച്ചോളൂ. അതോ ഭരതൻ പറഞ്ഞു, എന്നാൽ ഞാൻ അങ്ങ് ചെയ്ത പ്രതിജ്ഞ ഞാൻ നിറവേറ്റാം.
ശ്രീരാമനാണ് അച്ഛനോട് കൈകേയി അമ്മോട് പ്രതിജ്ഞ ചെയ്തത്, ഞാൻ അച്ഛൻ പറഞ്ഞത് കേൾക്കാം എന്നല്ലേ? ശരി. അതിന് പകരം വേറൊരു മകനാണല്ലോ ഞാൻ അച്ഛൻ്റെ, ഞാൻ ആ പ്രതിജ്ഞ നിറവേറ്റിക്കോളാം. ഞാൻ അങ്ങയ്ക്ക് വേണ്ടിയിട്ട് അങ്ങയുടെ അച്ഛനോട്, അല്ലെങ്കിൽ അങ്ങ് നമ്മളോട് അച്ഛനോട് ചെയ്ത പ്രതിജ്ഞ ഉണ്ടല്ലോ. ശ്രീരാമനോട് ഭരതൻ പറയാ, ഹേ രാമ, അങ്ങ് നമ്മുടെ അച്ഛനോട് ചെയ്ത പ്രതിജ്ഞ അങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പരിപാലിക്കാം. അതുകൊണ്ട് എന്താ, ഞാൻ അങ്ങയ്ക്ക് പകരം ഞാൻ 14 കൊല്ലം കാട്ടിൽ ജീവിച്ചോളാം, അങ്ങ് അവിടെ പോയി രാജ്യം ഭരിച്ചോളൂ എന്ന് ഭാരതം പറഞ്ഞു. തഥൈവ ചീരവസനോ വനേ വത്സ്യാമി സുവ്രതാ ചതുർദശ സമാസ്ത്വം ദുരാജ്യം കുരു യഥാ സുഖം. അപ്പോൾ 38 എന്താണ് അപ്പം എന്താണ് പറഞ്ഞത്? ശ്രീരാമൻ അങ്ങോട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? പിത്രാദത്തം തവൈവൈതദ്രാജ്യം മഹ്യം വനം ദദൗ വ്യത്യയം യദ്യഹം കുര്യാമസത്യം പൂർവവത് സ്ഥിതം. പിതാ തവയേവ രാജ്യം ദത്തം. പിതാവ് നിനക്കാണ് രാജ്യം നൽകിയത്, അല്ലേ? രാജ്യം നിനക്കാ തന്നത്. മഹ്യം വനം ദദൗ, എനിക്ക് വനത്തിനെയാണ് നൽകിയത്, ദാനം ചെയ്തത്. അഹം യതി വ്യത്യയം കുര്യാം, ഞാൻ അതിന് മാറ്റിയിട്ട് നീ വനത്തിൽ ഞാൻ രാജ്യത്വമായാൽ ശരിയാവില്ല. അസത്യം പൂർവസ്ഥിതം, അത് സത്യത്തിന് വിരോധമാണ്. അച്ഛൻ നിനക്കാണ് രാജ്യം നൽകിയത്, എനിക്ക് വനവാസമാണ് നൽകിയത്. അപ്പോൾ നീ വനവാസവും ഞാൻ രാജ്യവും ഭരിച്ചാൽ അത് സത്യത്തിന് വിരോധമാണ്. അതിന് വ്യത്യാസം വരാൻ പാടില്ല. നിനക്ക് കാടും എനിക്ക് രാജ്യവും ആക്കാൻ പാടില്ല. അപ്പോൾ സത്യത്തിന് വിരോധമായിട്ടുള്ള പ്രവർത്തിക്കലാണത്, അത് പറ്റില്ല എന്ന് പറഞ്ഞു. രാമ ഉവാച പിത്രാദത്തം തവൈവൈതദ്രാജ്യം മഹ്യം വനം ദദൗ വ്യത്യയം യദ്യഹം കുര്യാം അസത്യം പൂർവവസ്ഥിതം. അപ്പോൾ എന്തായി പിന്നെ? അപ്പം ശ്രീരാമൻ ഭരതൻ അതിനും മറുപടി പറയണത് കേട്ടോളൂ കേട്ടോ. എന്താ അറിയോ? 39 40 അപ്പം അത് 39. അഹമപ്യാഗമിഷ്യാമി സേവേ ത്വാം ലക്ഷ്മണോ യഥാ നോചേൽ പ്രായോപവേശേന ത്യജാമ്യേതൽ കളേബരം ഇത്യേവം നിശ്ചയം കൃത്വാ ദർഭാനാസ്തീര്യ ചാതപേ മനസാഭി വിനിശ്ചിത്യ പ്രാങ്മുഖോപവിവേശസ. ഇതും പറഞ്ഞ എന്താ പിന്നെ ഭരതൻ പറഞ്ഞറിയോ? അഹമഭി ആഗമിഷ്യാമി, ഞാനും വരുന്നു. ലക്ഷ്മണ യഥാ തഥാ ത്വാം സേവേ, ലക്ഷ്മണനെ അങ്ങേ സേവിക്കാൻ സമ്മതിക്കുന്നുണ്ടല്ലോ, ലക്ഷ്മണനെ കൂടെ വരാൻ സമ്മതിച്ചില്ലേ? ഞാനും വരാണ് കൂടെ. ലക്ഷ്മണനെ പോലെ എനിക്കും അങ്ങേ സേവിക്കണം എന്ന് പറയണം. നോച്ചേൽ, അല്ലെങ്കിൽ അതിന് സമ്മതിച്ചില്ലെങ്കിൽ പ്രായോപവേശേന, ഞാൻ ഉപവാസം അനുഷ്ഠിക്കും. പ്രായോപവേശം ചെന്താ ഉപവാസം അനുഷ്ഠിച്ചിട്ട് ഏതത് കളേബരം ത്യജാമി, എൻ്റെ ഈ ശരീരം ത്യജിക്കും ഞാൻ, ഭക്ഷണം കഴിക്കാതിരിക്കും ഞാൻ. എന്നിട്ട് പ്രായോപവേശം അതാണ്, ഭക്ഷണം കഴിക്കാതെ മരണം വരിക്കുക, അതിനാണ് പ്രായോപവേശം പറയുക. അപ്പോൾ ഞാൻ ഉപവാസം അനുഷ്ഠിച്ച് എൻ്റെ ഈ കളേബരം ശരീരം ത്യജാമി, ഞാൻ ത്യജിക്കും. ഇത്യവം നിശ്ചയം കൃത്വ, ഇങ്ങനെ നിശ്ചയിച്ചിട്ട് ആതപേ ദർഭനാസ്തീര്യ, ആ വെയിലത്ത് ദർഭ വിരിച്ചിട്ട്, ആതപം വെയിലത്ത് ദർഭ വിരിച്ചിട്ട് മനസാ അഭിവിനിശ്ചിത്യ, മനസ്സുകൊണ്ട് തീർച്ചയാക്കിയിട്ട് സഹ പ്രാങ്മുഖ ഉപവിവേശ, അവൻ പ്രാങ്മുഖനായിട്ട് കിഴക്കോട്ട് നോക്കിയിട്ട് ഇരുന്നു എന്ന്. അത്രയ്ക്ക് ഭരതന് ശ്രീരാമൻ കൂടാണ്ട് അവിടെ പോയി താൻ ഭരിക്കില്ല എന്ന് ഉറപ്പ്. എന്താ പറഞ്ഞേ? ശരി, ഞാനും അങ്ങയുടെ കൂടെ, ലക്ഷ്മണനെ സമ്മതിച്ചില്ലേ അങ്ങ് പിന്നെ സേവിക്കാനും കൂടെ വരാനും ലക്ഷ്മണനെ സമ്മതിച്ചില്ലേ? ലക്ഷ്മണനെ പോലെ തന്നെ ഞാനും അങ്ങയുടെ കൂടെ വന്ന് അങ്ങയെ സേവിച്ച് ഇരിക്കും. അതിന് അങ്ങ് എന്നെ സമ്മതിച്ചില്ല ചോട്ടെ, എന്നെ അങ്ങനെ ലക്ഷ്മണനെ പോലെ അങ്ങ് സേവിക്കാൻ സമ്മതിച്ചില്ല, ഈ 14 കൊല്ലം വെച്ചാൽ ഞാൻ പട്ടിണി കിടക്കും, എന്നിട്ട് എൻ്റെ ശരീരം ഉപേക്ഷിക്കും, അല്ലെങ്കിൽ പ്രായോപവേശം ചെയ്ത് ഞാൻ മരണം വരിക്കും. ഇങ്ങനെ തീർച്ചയാക്കിയിട്ട് അവിടെ തന്നെ ദർഭപ്പുല്ല് വിരിച്ച്
നല്ലോണം മനസ്സുകൊണ്ട് അങ്ങനെ തന്നെയാണ് എനിക്ക് പറ്റില്ല, അല്ലാതെ ഞാൻ ഒന്നിനും സമ്മതിക്കില്ല എന്നൊക്കെ ഉറപ്പിച്ച ദർഭപുല്ലും വിഴിച്ച് കിഴക്കോട്ട് തിരിഞ്ഞ് അവിടെ ആ ദർഭപുല്ലുമ്പിൽ ഇരുന്നു ഭരതൻ. അത്ര സങ്കടമുണ്ട് ഭരതന്. അഹമപ്യാഗമിഷ്യാമി സേവേ ത്വാം ലക്ഷ്മണോ യഥാ നോചേൽ പ്രായോപവേശേന ത്യജാമ്യേതൽ കളേബരം ഇത്യേവം നിശ്ചയം കൃത്വാ ദർഭാനാസ്തീര്യ ചാതപേ മനസാപി വിനിശ്ചിത്യ പ്രാങ്മുഖോപവിവേശസഃ. 41. ഭരതസ്യാപി നിർബന്ധം ദൃഷ്ട്വാ രാമോദി വിസ്മിതഃ നേത്രാന്ത സംജ്ഞാം ഗുരവേ ചകാര രഘുനന്ദന. ഭരതസ്യാപി നിർബന്ധം ദൃഷ്ട്വ, ഭരതൻ്റെ ഈ നിർബന്ധ ബുദ്ധി കണ്ടിട്ടേ രാമ അതിവിസ്മിത, രാമൻ അത്ഭുതമായി. സന്തോഷം നല്ല ഭരതന് രാജ്യം കിട്ടിയിട്ടേ. രഘുനന്ദന രാമൻ ഗുരവേ നേത്രാന്ത സംജ്ഞാം ചകാര, ഗുരുവിനായിക്കൊണ്ട് കണ്ണുകൊണ്ട് കാണിച്ചു ഗുരുവിനെ. അതായത് ഇങ്ങനെ എന്താണ് ഈ പ്രജകളൊക്കെ വരാൻ പറയുന്നുണ്ടല്ലോ ശ്രീരാമനോട്. അതിന് പുറമെ രാജാവാക്കാൻ നിശ്ചയിച്ച ഭരതനും ഇങ്ങനെ നിർബന്ധിച്ചപ്പോൾ രാമന് അത്ഭുതം തോന്നി. എന്നിട്ട് ഭരതനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ണിൻ്റെ അറ്റം കൊണ്ട് കടക്കൺ കൊണ്ട് വസിഷ്ഠരോട് രാമൻ പ്രാർത്ഥിച്ചു, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂന്ന്. ശ്രീരാമൻ അവൻ പറഞ്ഞു കൂട്ടാക്കണില്ല. അപ്പോൾ വസിഷ്ഠനെ കണ്ണുകൊണ്ട് കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒന്ന് എനിക്ക് അത്ഭുതമാകും എങ്ങനെയൊക്കെ കാണിച്ചു, കണ്ണുകൊണ്ട് കാണിച്ചു, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ എന്ന് വസിഷ്ഠനോട് കണ്ണുകൊണ്ട് കാണിച്ചിട്ട് ശ്രീരാമൻ പറഞ്ഞു. ഭരതസ്യാപി നിർബന്ധം ദൃഷ്ട്വാ രാമോദി വിസ്മിതഃ നേത്രാന്തസംജ്ഞം ഗുരവേ ചകാര രഘുനന്ദനഃ. 42. ഏകാന്തേ ഭരതം പ്രാഹ വസിഷ്ഠോ ജ്ഞാനിനം വരഃ വത്സ ഗുഹ്യം ശൃണുഷ്വേദം മമ വാക്യാൽ സുനിശ്ചിതം. ജ്ഞാനിനാം വരഹ വസിഷ്ഠ, ജ്ഞാനികളിൽ അങ്ങേയറ്റം ഒന്നാമനായിട്ടുള്ള വസിഷ്ഠ മുനി ഏകാന്തേ ഭരതം പ്രാഹ, ഒറ്റയ്ക്ക് ഭരതനോട് പറഞ്ഞു. ഭരതനെ മാറ്റി നിർത്തിയിട്ട് ഭരതനോട് തന്നെയായിട്ട് സ്വകാര്യമായിട്ട് പറഞ്ഞു, വത്സ മമ വാക്യാത്, എൻ്റെ വാക്യം സുനിശ്ചിതം ഇതം ഗുഹ്യം ശൃണുഷ, ഞാൻ ഈ നിന്നോടൊരു രഹസ്യം പറയാം, അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഭരതൻ പറഞ്ഞാൽ കേൾക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണല്ലോ ശ്രീരാമൻ കണ്ണുകൊണ്ട് വസിഷ്ഠനോടൊന്ന് സമാധാനിപ്പിക്കാൻ പറഞ്ഞപ്പോൾ വസിഷ്ഠൻ വേഗം ഭരതനെ ആരും ഇല്ലാത്ത സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഹേ വത്സ, കുട്ടിയെ അത്ര സാരമായിട്ടാണ് വാത്സല്യത്തോടു കൂടി പറഞ്ഞു, ഞാൻ പറയുന്നത് ഇതൊരു രഹസ്യമാണ്, ദൈവനിശ്ചയമായിട്ടുള്ളൊരു രഹസ്യമാണത്. ഞാൻ അതിനെപ്പറ്റി ഞാൻ പറയാം, ദൈവനിശ്ചയമാണത്. അപ്പം ഞാൻ ഈ പറയാൻ പോണ രഹസ്യത്തെ ശ്രദ്ധിച്ച് കേൾക്കൂ എന്ന് പറഞ്ഞു വസിഷ്ഠൻ. ഏകാന്തേ ഭരതം പ്രാഹ വസിഷ്ഠോ ജ്ഞാനിനം വര വത്സ ഗുഹ്യം, രഹസ്യമാണ്, ഗുഹ്യാണ്, ശൃണുശ്വേദം മമ വാക്യാൽ സുനിശ്ചിതം. ഇത് ഈശ്വരേച്ഛയാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ രഹസ്യം പറയാമെന്ന്. എന്നിട്ട് പറയാണ്, എന്താ പറയണ, ദേഹം ത്യജിച്ചു എന്ന് പറഞ്ഞു അല്ലേ. ഇതിൽ അതെ, അതെ, ഇതിപ്പോൾ അയോധ്യാകാന്ഡം, അതെ അയോധ്യാകാന്ഡം കഴിയാറായിരുന്നു കേട്ടോ. എന്നിട്ട് എന്താ പറഞ്ഞ, അതെ എന്നിട്ട് ഇനി നമുക്ക് നോക്കാം. അപ്പം എന്താ പറയണ, വസിഷ്ഠൻ ആ രഹസ്യം പറയണം കേട്ടോ. സോറി, എനിക്കെന്താ വെച്ചാൽ ഞാൻ മറ്റേ ആ പുസ്തകം പേജ് മറിഞ്ഞു. രാമോ നാരായണ സാക്ഷാൽ ബ്രഹ്മണ യാചിത പുരാ രാവണസ്യ വധാർത്ഥായ ജാതോ ദശരഥാത്മജ. ആ സത്യം പറയാണ്, എന്തിനാണ് ശ്രീരാമൻ ജന്മെടുത്തത്. പുരാ ബ്രഹ്മണ യാചിത, പണ്ട് ബ്രഹ്മാവിനാൽ അർത്ഥിക്കപ്പെട്ട സാക്ഷാൽ നാരായണ, അതായത് വിഷ്ണു ഭഗവാൻ, രാവണസ്യ വധാർത്ഥായ, രാവണനെ വധിക്കാനായിക്കൊണ്ട് ദശരഥാത്മജ ജാത, ദശരഥപുത്രനായി ജനിച്ചതാണ്. ഇത് ഒരു സാധാരണ നിൻ്റെ ഏട്ടനൊന്നും അല്ല ഭരത, ഇത് നിൻ്റെ ഒരു സാധാരണ സഹോദരനൊന്നും അല്ല. പണ്ട് ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥന
പ്രാർത്ഥന പിന്നെ ബ്രഹ്മാവിൻ്റെ പിന്നെ പിന്നെ ബ്രഹ്മാവ് പ്രാർത്ഥിച്ച കാരണം രാവണനെ വധിക്കാൻ വേണ്ടിയിട്ട് സാക്ഷാൽ മഹാവിഷ്ണു എന്നെ രാമൻ എന്ന പേരോടുകൂടി ദശരഥൻ്റെ മകനായി ജനിച്ചതാണ് നിൻ്റെ ഈ സഹോദരൻ. രാമോ നാരായണ സാക്ഷാൽ ബ്രഹ്മണായാജിതപുര രാവണസ്യ വധാർത്ഥായ ജാതോ ദശരഥാത്മജ. രാവണനെ വധിക്കലാണ് ഈ ശ്രീരാമാവതാരത്തിൻ്റെ ഉദ്ദേശം. അപ്പം അത് നടക്കണമെങ്കിൽ ഇവിടെ രാജ്യം ഭരിച്ചിരുന്നാൽ പറ്റുമോ? അതിനൊരു കാരണം ഉണ്ടാവണം, വേണ്ടേ? രാവണനെ വധിക്കാനൊരു കാരണം വേണ്ടേ? ആ കാരണം ഉണ്ടാവണം. അതിന് രാജ്യം ഇവിടെ ഭരിച്ചിരുന്നാൽ രാവണനെ വധിക്കാൻ പറ്റില്ല. ശ്രീരാമൻ്റെ അവതാര ഉദ്ദേശം തന്നെ രാവണനെ വധിക്കലാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാണ്. പിന്നെയോ യോഗമായാപി സീതേതി ജാതാ ജനകനന്ദിനി ശേഷോപി ലക്ഷ്മണോ ജാതോ രാമമന്വേതി സർവദാ. ഒന്നും കൂടിയും പറയാം. സീത ഉണ്ടല്ലോ മഹാലക്ഷ്മി തന്നെയാണ്, യോഗമായയാണ്, ഭഗവാന്റെ മായ തന്നെയാണ്, യോഗമായാണ് സീതയായിട്ട് ജനിച്ചിരിക്കുന്നത്. എന്നിട്ട് ജനകൻ്റെ മകളായിട്ട്. പിന്നെയോ ലക്ഷ്മണനാരാ? യോഗമായാബി സീത പറഞ്ഞില്ലേ, ആരാ? ജനകൻ്റെ മകളായിട്ട്. ശേഷോപി ലക്ഷ്മണൻ ആരാണ്? ആദിശേഷനാണ്. ജാതോ രാമമന്വേതി സർവദ. അപ്പോൾ എല്ലായ്പ്പോഴും രാമൻ്റെ കൂടെ നടക്കണം രണ്ടാൾക്കും. രാമനെ വിടുവയ്ക്കോ? ശ്രീരാമനാണെങ്കിൽ രാവണനെ വധിക്കാനാണ് ജന്മെടുത്തത്. പക്ഷേ യോഗമായ എപ്പോഴും ഭഗവാന്റെ കൂടെയാണ്. അതാണ് സീത. മാത്രമല്ല അനന്തമ്പാമ്പിന് ഭഗവാനെ പെട്ടിരിക്കുമോ എപ്പോഴെങ്കിലും? ഇല്ല, അനന്തമ്പാമ്പിനും വേണം. അപ്പോൾ ഭഗവാനെ വേർപിരിയാതിരിക്കുന്ന ആ യോഗമായ ശക്തിയാണ് സീതാദേവി. ആദിശേഷനാണ് ലക്ഷ്മണനായിട്ട് ജനിക്കുക. അതുകൊണ്ട് രാമനെ പിരിയാതെ അവർ ഒന്നിച്ച് സഞ്ചരിക്കണമെന്നേ ഉള്ളൂ. ഇനി അപ്പം യോഗമായ ബിസീതേതി ജാതാ ജനകനന്ദിനി ശേഷോപി ലക്ഷ്മണോ ജാതോ രാമമന്വേതി സർവദാ. രാവണം ഇനി 45-46. രാവണം ഹന്തുകാമാസ്തേ ഗമിഷ്യന്തിന സംശയ കൈകേയ വരദാനാദി യദ്യനിഷ്ഠുരഭാഷണം സർവം ദേവകൃതം നോചേദേവം സാ ഭാഷയേൽ കഥം തസ്മാത് ത്യജാഗ്രഹം താതാ രാമസ്യ വിനിവർത്തനെ. അപ്പൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് സത്യം എന്താണെന്ന്. എന്താ അറിയോ? രാവണം ഹന്തുകാമാഹാത്തേ. രാവണനെ പിന്നെ ആരാണ് പിന്നെ നിഗ്രഹിക്കാൻ ഇച്ഛിക്കുന്നവരായിട്ടുള്ളവരെ ഗമിഷ്യന്തിന സംശയ തീർച്ചയായിട്ടും പോണം. കൈകേയിയുടെ വരദാനാദി, ഈ വരദാനം സത്യമാക്കുക ഉണ്ടല്ലോ. യദ് നിഷ്ഠുര ഭാഷണം. അതുപോലെ തന്നെ കൈകേയി ദശരഥനോട് വളരെ പിന്നെ അധിക്ഷേപ വാക്കുകളും ഒക്കെ വളരെ നിഷ്ഠുരായിട്ട് സംസാരിച്ചുവല്ലോ, അല്ലേ? കഠിന ഭാഷയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു കൈകേയി. സർവം ദേവകൃതം, ഒക്കെ ദേവന്മാരെ സൂത്രാണ്, അല്ലേ? മന്ധരയുടെ പിന്നെ നാവുമ്പിൽ ചെന്നിട്ട് സരസ്വതി ഭഗവതിയിൽ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് മന്ധര ആ സരസ്വതി ദേവിയുടെ ശക്തി ഉപയോഗിച്ച് കൈകേയിയുടെ മനസ്സ് മാറ്റി. എന്നിട്ട് കൈകേയി കൊണ്ട് ദശരഥനെ കഠിനമായ ഭാഷയിൽ ദശരഥനോട് സംസാരിപ്പിച്ചു, അല്ലേ? അതാണ് അങ്ങനെയൊക്കെ. അതുകൊണ്ടാണ് കൈകേയി അവൾ ഏവം ഇപ്രകാരം കഥം ഭാഷയേത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യോ കൈകേയി? തസ്മാത് അതുകൊണ്ട് താതാ ഹേ ബാല രാമസ്യ വിനിവർത്തേന രാമൻ തിരിച്ചു വരാനുള്ള ആഗ്രഹം ത്യജ, ആ ആഗ്രഹത്തെ ത്യജിച്ചാലും. എന്താ പറഞ്ഞറിയോ? രാവണനെ വധിക്കാനാണ് ഇവർ വനത്തിലേക്ക് പോണത്. രാവണ ഉദ്ദേശമാണ് ശ്രീരാമൻ്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം തന്നെ രാവണവധാണ്, അല്ലേ? രാവണവധാണ് ശ്രീരാമാവതാര ഉദ്ദേശം. അപ്പം അതിനാണ് ഇവർ വനത്തിലേക്ക് പോകുന്നത്. ഇതിലൊരു സംശയം വേണ്ട. രാജാവ് കൈകേയിക്ക് വരം കൊടുത്തതും കൈകേയി കഠിനമായ ഭാഷയിൽ ഭഗവാനോട് ഭത്സിച്ചതും ഒക്കെ ദേവന്മാരുടെ പ്രേരണ കൊണ്ട് സംഭവിച്ചതാണ്. ഇതൊക്കെ ഈശ്വരേച്ഛയാണ്, വിധിയാണ്. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ഇത്ര സ്നേഹമുള്ള കൈകേയി നിൻ്റെ പിതാവിനോട് ഇത്ര കഠിനമായിട്ട് പിന്നെ അധിക്ഷേപ വാക്കുകൾ പറയുമോ? ഒന്ന് ആലോചിച്ച് നോക്ക നീയെ. അതുകൊണ്ട് ഹേ ഭരത, രാമനെ രാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനുള്ള നിൻ്റെ ആ മോഹത്തിന് നീ ഉപേക്ഷിച്ചോളൂ എന്ന് പറയുകയാണ്. ഇതൊക്കെ വിധിപ്രകാരം ചെയ്തതാണ്. ശ്രീരാമൻ കാട്ടിലേക്ക് പോകണം, രാവണൻ സീതയെ കട്ടുകൊണ്ടുപോകണം. അപ്പം അതിനുവേണ്ടി ദേവന്മാർ
പിന്നെ ദേവന്മാരുടെ പ്രേരണ കാരണമാണ് കൈകേയി ഇത്ര കഠിന വാക്കുകൾ നിൻ്റെ താതനോട് പറഞ്ഞത്. അല്ലെങ്കിൽ കൈകേയിക്ക് അത്ര സ്നേഹമല്ലേ? അപ്പം ഇതൊക്കെ വിധിപ്രകാരം ഇല്ല, വിധി പോലെ നടന്നതാണ്. നീ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ നിൻ്റെ അമ്മ എത്ര സ്നേഹമുണ്ട് നിൻ്റെ അച്ഛനോട്, ഇങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം ഇതൊക്കെ നടക്കാണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് അതൊക്കെ ഒന്ന് നല്ലോണം ആലോചിക്കൂ. അതുകൊണ്ട് നീയെ ശ്രീരാമനെ രാജ്യത്തിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവരാനുള്ള നിൻ്റെ ആഗ്രഹത്തിനെ ഒന്ന് ഉപേക്ഷിക്കാൻ തന്നെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. രാവണം ഹന്തു കാമാസ്തേ ഗമിഷ്യന്തി ന സംശയ കൈകേയ്യ വരദാനാദി യദ്യൻ നിഷ്ഠുരഭാഷണം. നിഷ്ഠുരായിട്ട് സംസാരിച്ചല്ലോ, കഠിനമായ വാക്കുകൾ പറഞ്ഞു. സർവം ദേവകൃതം നോചേ ദേവം സാദഭാഷയേൽ കഥം തസ്മാത് ത്യജാഗ്രഹം താതാ രാമസ്യ വിനിവർത്തനെ. അപ്പം രാമൻ്റെ വിനിവർത്തനം ചെന്താ തിരിച്ചു വരവിനെ നീയ് ആ ആഗ്രഹത്തെ ത്യജാഗ്രഹം അതിനെ ത്യജിക്കൂ എന്ന് അല്ലേ. 47 നിവർത്തസ്വ മഹാസൈന്യേർ മാതൃഭി സഹിതപുരം രാവണം സകുലം ഹത്വാ ശീഘ്രമേവാഗമിഷ്യതി. സൈന്യഹി മാതൃഭി സഹിത, സൈന്യങ്ങളോടും അമ്മമാരോടും, മാതൃഭിച്ചാൽ അമ്മമാർ 3 ആളുണ്ടല്ലോ, അമ്മമാരോടും സഹിതനായിട്ട് പുരം നിവർത്തസ്വ, അമ്മമാരെയും ഈ സൈന്യത്തിനൊക്കെ കൂട്ടിയിട്ടാണ് വന്നിരുന്നത് അല്ലേ. ഈ കൊണ്ടുവന്ന സൈന്യത്തിനെയും പ്രജകളെയും അമ്മമാരെയൊക്കെ കൂട്ടി പുരം നിവർത്ത, രാജധാനിയിലേക്ക് തന്നെ മടങ്ങും ഭരത. രാവണം സകുലം ഹത്വ, രാവണനെ കുലത്തോടുകൂടി നിഗ്രഹിച്ചിട്ട് ശീഘ്രം ഏവ ആഗമിഷ്യതി, രാമൻ വേഗം വരുമെന്ന് പറയണം. ഒട്ടും വിഷമിക്കണ്ട, സമാധാനിപ്പിക്കണം ഭരതനെ, വസിഷ്ഠനെ. ഈ സൈന്യങ്ങളോടും അമ്മമാരോടും കൂടി നീയെ പിന്നെ അയോധ്യയിലേക്ക് മടങ്ങിപ്പോവൂ. രാവണനെ സകുലം, കുലത്തോടുകൂടി സംഹരിച്ച ശേഷം രാമനും ലക്ഷ്മണനും സീതയും ആ സമയമാകുമ്പോൾ അവിടെ മടങ്ങിയെത്തും. വലിയ കാലതാമസമൊന്നും കൂടാതെ മടങ്ങി വരും. നീ ഒട്ടും വിഷമിക്കണ്ട ഭരത എന്ന് പറയാണ്. നിവർത്തസ്വ മഹാസൈന്യർ മാതൃഭി സഹിതപുരം രാവണം സകുലം ഹത്വാ ശീഘ്രം ഏവാഗമിഷ്യതി. വേഗം വരുന്ന, കാലതാമസമില്ലാതെ രാവണവധം കഴിഞ്ഞ് അവർ മടങ്ങിയെത്തും എന്ന് പറയാണ്. ഇതി ശ്രുത്വാ ഗുരോർവാക്യം ഭരതോ വിസ്മയാന്വിത ഗത്വാ സമീപം രാമസ്യ വിസ്മയോദ്ഭുല്ലലോചനഃ പാതുകേ ദേഹി രാജേന്ദ്ര രാജ്യായ തവ പൂജിതേ തയോഃ സേവാം കരോമ്യേവ യാവദാഗമനം തവ. ഇത് ഗുരോഹവാക്യം ശ്രുത്വ, ഇങ്ങനെ ഗുരുവിൻ്റെ വാക്യം കേട്ടപ്പോൾ വിസ്മയാന്വിത ഭരതന് അത്ഭുതമായി. ഇതൊന്നും ശരിക്കുള്ള യാഥാർത്ഥ്യം അറിയില്ല. അപ്പോൾ ആശ്ചര്യപ്പെട്ടിട്ട് ഭരതൻ വിസ്മയോദ്ഭുല്ലലോചന, അതായത് അത്ഭുതം കൊണ്ട് വികസിച്ച കണ്ണുകളോടുകൂടി രാമസ്യ സമീപം ഗത്വ, രാമൻ്റെ അടുത്ത് ചെന്നിട്ട് വിളിച്ചു. രാജേന്ദ്ര, ഹേ രാജശ്രേഷ്ഠ, തവ രാജ്യായ, അങ്ങയുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് പൂജിതേ പാതുകേ ദേഹി, ആ അങ്ങയുടെ പാതുകങ്ങളെ, ചെരുപ്പ്, മെതിയടി എനിക്ക് തരൂ, അങ്ങയുടെ മെതിയടി പാദരക്ഷ എനിക്ക് തരൂ. തവ ആഗമനം യാവത്, അങ്ങ് വരണ വരെ തയോഹോ സേവാം കരോമി ഏവ, അങ്ങയുടെ സേവയെ ഞാൻ നിശ്ചയ. അപ്പം ഞാൻ ഈ അങ്ങയുടെ ഇത് തരൂ, എനിക്ക് പാതുകങ്ങൾ തരൂ, ഞാൻ അത് വെച്ച് പൂജിച്ചുകൊണ്ട് അങ്ങയാണ് ഭരിക്കണമെന്ന് സങ്കല്പിച്ച് ഞാൻ അങ്ങ് വരണ വരെ അവിടെ രാജ്യം ഭരിച്ചോളാം എന്ന് സമ്മതിച്ചു. അതാണ് വസിഷ്ഠ മഹർഷിയുടെ വാക്കുകൾ കേട്ടിട്ട് വളരെ അത്ഭുതപ്പെട്ട ഭരതൻ്റെ കണ്ണുകളൊക്കെ അത്ഭുതം കൊണ്ട് വികസിച്ചു. എന്നിട്ട് വേഗം ശ്രീരാമൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഹേ ശ്രീരാമ രാജാവല്ലേ, ഹേ രാജാവേ, അങ്ങയുടെ പ്രതിനിധിയായിട്ട്, അങ്ങയെ റെപ്രസെൻ്റ് ചെയ്തിട്ട്, അതായത് ശ്രീരാമനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് അങ്ങയെ പ്രതിനിധിയായിട്ട് അവിടുത്തെ പാതുകങ്ങളെ നൽകാൻ തരണം. അതായത് അങ്ങയ്ക്ക് പകരം അങ്ങയുടെ ചെരുപ്പ് ഞാൻ കൊണ്ടുപോകണം, അല്ലെങ്കിൽ പാതുകങ്ങൾ എനിക്ക് തരൂ. അങ്ങയെ റെപ്രസെൻ്റ് ചെയ്യണതാണ് അങ്ങയുടെ പാതുകങ്ങൾ. അപ്പോൾ അങ്ങയുടെ ആ പാതുകങ്ങൾ, അങ്ങയെ പ്രതിനിധീകരിക്കാനായിട്ട് ആ പാതുകങ്ങൾ എനിക്ക് തരൂ. ഞാൻ എന്നിട്ട് എന്താ ചെയ്യുക, ദയവ് ചെയ്ത് ആ അങ്ങയുടെ പാതുകങ്ങൾ എനിക്ക് തരൂ. അവിടുന്ന് രാജ്യത്തിലേക്ക് മടങ്ങി വരണ വരെ ഞാൻ ആ പാതുകങ്ങളെ സേവിച്ച് രാജ്യം ഭരിച്ചോളാം. അതായത് എനിക്ക് പാതുകങ്ങളെ ദിവസേന ആരാധിച്ചാൽ എനിക്ക് രാജ്യം പരിപാലിക്കാനുള്ള കഴിവ് കിട്ടും. അപ്പോൾ അങ്ങയുടെ പാതുകങ്ങളെ സിംഹാസനത്തിൽ വെച്ച്
അതിനെ ആരാധിച്ചിട്ട് ഞാൻ രാജ്യം അങ്ങ് തിരിച്ചു വരുന്നവരെ രാജ്യം ഭരിച്ചോളാം എന്ന് അവസാനം സമ്മതിച്ചു. ആര്? പിന്നെ ഭരതൻ അല്ലേ? പാവം പറഞ്ഞപ്പോൾ മനസ്സിലായി. അപ്പം 48 49 കഴിഞ്ഞാൽ നമുക്കിവിടെ നിർത്താട്ടോ. ഇതി ശ്രുത്വാ ഗുരോർവാക്യം ഭരതോ വിസ്മയാന്വിത ഗത്വാ സമീപം രാമസ്യ വിസ്മയോദ്ഭുല്ലലോചനഃ പാതുകേ ദേഹി രാജേന്ദ്ര രാജ്യായ തവ പൂജിതേ തയോ സേവാം കരോമ്യേവ യാവദാഗമനം തവ. അങ്ങ് വരുന്നവരെ ഞാൻ ഈ പാതകം വെച്ച് പൂജിച്ച് രാജ്യം ഭരിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്കിന്ന് ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.